ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവം മോശവഴി നൽകിയ 10 കൽപ്പനകളിൽ ഏഴാമത്തേതായ മോഷണം നടത്തരുത് എന്ന പ്രമാണം കേവലം ഒരു വസ്തു മോഷ്ടിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, മറിച്ച് ഇത് നീതിയെയും മറ്റുള്ളവരുടെ അവകാശങ്ങളെയും ദൈവത്തിന്റെ സൃഷ്ടികളെ ഉത്തരവാദിത്വത്തോടെ കൈകാര്യം ചെയ്യുന്നതിനെയും കുറിച്ചുള്ള വലിയൊരു പാഠമാണ്. ഈ കൽപ്പന നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഇവയാണ്. ഒന്നാമതായി, മറ്റുള്ളവരുടെ അവകാശങ്ങളോടുള്ള ബഹുമാനം. അപരന്റെ അധ്വാനത്തിന്റെ ഫലമോ അവൻ അവകാശപ്പെട്ട വസ്തുക്കളോ അനുവാദമില്ലാതെ കൈവശപ്പെടുത്തുന്നത് തെറ്റാണ്. അന്യായമായ ലാഭം കൊയ്യുന്നതും തൊഴിലാളിക്ക് അർഹമായ കൂലി നൽകാതിരിക്കുന്നതും കടം വാങ്ങിയത് തിരികെ കൊടുക്കാതിരിക്കുന്നതും ഈ കൽപ്പനയുടെ ലംഘനമാണ്. ഓരോ വ്യക്തിക്കും അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഈ കൽപ്പന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായി, പൊതുമുതലിനോടുള്ള മനോഭാവം. നമ്മുടെ പ്രകൃതിയും പൊതുസമ്പത്തും വരും തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അവ നശിപ്പിക്കുന്നതോ ദുരുപയോഗം ചെയ്യുന്നതോ ഏഴാം കൽപ്പനയ്ക്ക് വിരുദ്ധമാണ്. വിഭവങ്ങൾ മിതമായി ഉപയോഗിക്കാനും ദരിദ്രരെ സഹായിക്കാനും നാം കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ പക്കൽ അധികമുള്ള വിഭവങ്ങൾ ഇല്ലാത്തവന്റെ കൂടി അവകാശമാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. മൂന്നാമതായി, ഉത്തരവാദിത്വവും വിശ്വസ്തതയും. നമ്മുടെ ജോലിയിൽ കാണിക്കുന്ന അലസത, സമയം മോഷ്ടിക്കൽ, ഉടമസ്ഥനോടുള്ള അവിശ്വസ്തത എന്നിവയെല്ലാം ഈ പ്രമാണത്തിന്റെ പരിധിയിൽ വരുന്നു. ക്രിസ്തീയ ജീവിതം എന്നത് വിശ്വസ്തതയുടെ ജീവിതമാണ്. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തരായവർക്കേ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടുകയുള്ളൂ എന്ന് വിശുദ്ധ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അന്യായമായി നാം സമ്പാദിച്ചിട്ടുള്ളത് എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് തിരികെ നൽകാൻ സഭ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. മറ്റുള്ളവരുടെ വസ്തുവകകളോടും അവകാശങ്ങളോടും ആദരവ് കാണിച്ചുകൊണ്ടും കരുണയോടെ ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ദൈവത്തിന്റെ പ്രിയപ്പെട്ട മക്കളായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.